ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ത്രോട്ടിൽ മലയാളി. അപ്പോൾ മറ്റൊരു സിം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു F1 കാറാണ്. 2022 മോഡൽ F1 കാറാണ്, ഫോർമുല 1 കാറാണ് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 1.6 ആണ് ഇതിൻ്റെ CC. V6 ആണ് എൻജിൻ വരുന്നത്. BHP എന്ന് പറയുമ്പോൾ 900+ഉം ടോർക്ക് എന്ന് പറയുമ്പോൾ 600+ ടോർക്കും വരുന്നുണ്ട്. 8 സ്പീഡ് സീക്വൻഷ്യലാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. നമ്മുടെ സർക്യൂട്ടിലേക്ക് വരുമ്പോഴും ലൂസ്ലി ബേസ്ഡ് ഓൺ മൊണോക്കോ എന്ന് പറയാം. ഒഫീഷ്യലി ലൈസൻസ്ഡ് വെർഷൻ അല്ല. ഏകദേശം ട്രാക്കിൻ്റെ ലേഔട്ട് തന്നെ ഒറിജിനൽ പോലെ തന്നെ സ്ട്രീറ്റ് ട്രാക്കാണിതും. ഇപ്പോൾ ഒറിജിനലിനകത്ത് ഉള്ള പോലെ തന്നെ ഹാർബറുണ്ട്, ടണലുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം ലേഔട്ടെല്ലാം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കൺട്രി കാണിച്ചിരിക്കുന്ന മൊണോക്കോ തന്നെയാണ്. ഗ്രേഡ് 1 ആണ് വരുന്നത്. ലെങ്ത് വരുമ്പോൾ 3.3 കിലോമീറ്റേഴ്സ് വരും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രാക്ടീസ് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. ഈ ട്രാക്കിൽ കൂടെ ഞാൻ 3-4 പ്രാവശ്യം ഓടിച്ചു. ഒരു ലാപ്പ് പോലും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ക്വാളിഫയിങ് വരുമ്പോഴത്തേക്കും 5 മിനിറ്റ്, റൈസ് 3 ലാപ്പ്, വെതർ നോർമൽ, സെയിം ക്ലാസ് 19, ടോട്ടൽ 20 വണ്ടിയുണ്ട് എൻ്റെ കൂടെ ചേർത്ത്. ഹായ്, എൻ്റെ അതേ കളർത്തി. ഞാനൊന്നും ചെയ്തില്ലല്ലോ വാണിജ്യ തരാനായിട്ട്. സെക്കൻഡ് ഫോർത്ത് വന്നു, സിക്സ്ത്ത്. പക്ഷേ ഈ സ്ട്രീറ്റ് ട്രാക്ക് ചെറിയ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കഷ്ടപ്പാട്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതായത് ഒറിജിനൽ GPയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോർണർ. ഇതൊന്ന് എടുക്കാൻ ഇച്ചിരി പാടാണ്. ചെറുതായിട്ടും തട്ടിയിട്ടുണ്ട്. ഈ കോണറും അത്യാവശ്യം കഷ്ടപ്പാട് പിടിച്ചൊരു കോണർ പോലെ. ഈ കോണറും നല്ല കഷ്ടപ്പാട് പിടിച്ച കോണറാണ്. സ്റ്റേ വന്നു. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് ഹാൻഡാണ് വരുന്നത്. അത് 2 വരെ 3 വരെയാണ് കവർ ചെയ്ത്. ഓക്കെ, കുഴപ്പമില്ല. ക്വാളിഫയിങ് സ്റ്റാർട്ട് ചെയ്തു. ഉദ്ദേശിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു 125 താഴെ അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഗ്രേഡ് കിട്ടും. ഡൗൺ ഷിഫ്റ്റ്. യെസ്, ഇടിച്ച് സ്റ്റിൽ ഇടിച്ച്. ഭയങ്കര ഇപ്പം പോയാനെ. ഡിസ്ക്വാളിഫൈ ആയില്ലേ? ഡിസ്ക്വാളിഫൈ ആയില്ല. ഞാൻ ഓർത്ത് ഡിസ്ക്വാളിഫൈ ആയില്ല. $23, $4, $5, $126, $128. ഓക്കെ, വീട്ടിൽ അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമോ നോക്കാം.
മേക്ക് ചെയ്തിട്ടുണ്ട്. ഇടിക്കല്ലേ. അവിടെ തട്ടുന്നുണ്ട്. 3 സെക്കൻഡ് 2 സെക്കൻഡ് ആയിട്ടുണ്ട്. പോയില്ല. 1 സെക്കൻഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡ് ആയിട്ടുണ്ട്. ഒന്ന് പോടേ. ക്വാളിഫയിങ് സെഷൻ തരും. സന്തോഷമായി. എന്താ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. ഓക്കെ, 128 ആണ് നമ്മുടെ സമയം തരുക. 128, 125 ആണ്. 125 ആണ് ഏറ്റവും. 15th. 19 പേരിൽ അല്ല 20 പേരിൽ 5 പേര് ഫ്രണ്ടിൽ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ റേസിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കേസ്. ഒന്ന്, ഇത് ഭയങ്കര നാരോ ആയിട്ടുള്ള ട്രാക്കാണ്, അതിൻ്റെ കൂടെ ഭയങ്കര ഫാസ്റ്റും. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇടിയോടിടിയായിരിക്കും. രണ്ടാമത്തെ കേസ്, എനിക്ക് ഈ റേസിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം, ഇത് വല്ലോ 8ാമത്തെ 9ാമത്തെ 10ാമത്തെ വല്ല ടേക്കുമായിരിക്കും. റീസ്റ്റാർട്ട് അടിക്കാൻ മടുത്ത്. നമ്മുടെ റൈസ് വീണ്ടും തുടങ്ങിയാണ്. 18ാമത്തെ പൊസിഷൻ. ഞാനിനി ഒന്നും വേണ്ടതില്ല. ഈ വൃത്തികെട്ട ട്രാക്ക് ഒന്ന് ഫിനിഷ് ചെയ്താൽ മാത്രം മതി. ഞാനിനി മേലെ ഈ ട്രാക്ക് കളിക്കുന്നില്ല. എൻ്റെ പൊന്നോ, ഇതാണ് ഈ ഞാൻ ഒന്നും പറയുന്നില്ല. B20 പൊക്കോളാം, അതാണ് നല്ലത്. ഈ ട്രെയിൻ ബോയിക്കകത്ത് തിരി. കുറച്ചുകൂടെ അങ്ങ് എത്തുമായിരുന്നു. P17. എല്ലാവരും പുറയിലുണ്ടല്ലേ. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ട്രാക്ക്, എൻ്റെ പൊന്നോ. സെക്കൻഡ് ലാപ്പാണ്. ലാപ്പ് നോക്കാൻ പോയതുകൊണ്ട് ഗിയർ എന്നുള്ള കാര്യം മറന്നുപോയി. തിരി. ഇത് നടക്കുള്ളൂ ഇതിൻ്റെ അകത്ത്.
ടെലിമെട്രി ഒന്നും നോക്കാനുള്ള സമയമില്ല ചേട്ടാ. ഒറ്റ ലാപ്പോടെ ഉള്ളൂ ഈ പണ്ടാരം. മുടിഞ്ഞ ലാപ്പം തീർന്നു കിട്ടിയ സമാധാനമുണ്ട്. ഇത് നടത്തിയിട്ട് പോകാമായിരുന്നു. ട്രാക്ക് വാണിങ് കിട്ടുമെന്നുള്ളൂ, സാരമില്ല. മടുത്ത് ഞാൻ നിർത്തി ഇട്ടുപോയി. അയ്യോ, തീർന്നു കിട്ടിയല്ലോ, അത് തന്നെ വലിയ